ബീഹാറിൽ കാര്യങ്ങൾ തകിടം മറിയുകയാണ്. മഹാസഖ്യത്തിൽ ഇപ്പോഴും തർക്കം തുടരുകയാണ്. മഹാസഖ്യത്തിലെ തർക്കം തീർക്കാൻ ഇറങ്ങിയിരിക്കുന്നതോ കോൺഗ്രസ്സുകാരാണ്. ദേശീയ തലത്തിൽ തന്നെ ഇന്ത്യ മുന്നണി ഏതാണ്ട് തകർന്നടിഞ്ഞ മട്ടാണ്. അപ്പോൾ ബീഹാറിൽ നിന്ന് ഇപ്പോൾ കേൾക്കുന്നതും വേറൊരു തരത്തിൽ തകർന്നടിയുന്ന ഒരു ചിത്രമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബീഹാറിലെ ഈ മിക്കവാറും ഉണ്ടാകാൻ പോകുന്നത് ആരുടെ വിജയം എന്നുള്ളതിനപ്പുറം അവിടെ ഇന്ത്യ മുന്നണി തകർന്നടിയുന്ന കാഴ്ചയിലേക്കായിരിക്കും പോകുന്നത്. അത് മഹാഗഠബന്ധൻ എന്ന ആ പ്രസ്ഥാനം INDA മുമ്പ് തുടങ്ങിയ പ്രസ്ഥാനം മഹാഗഠബന്ധൻ. അവിടെ മുസ്ലിം വർഗീയവാദികളും കോൺഗ്രസ്സുകാരും മാർക്സിസ്റ്റ് തീവ്രവാദികളും എല്ലാ കൂട്ടരും കൂടെ ചേർന്നുള്ള ഭാരതം കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരനെന്ന് പറയാവുന്ന ലാലു പ്രസാദ് യാദവ് ഭൂമിയും പണവും കിട്ടുന്നതെല്ലാം അഴിമതിക്ക് വേണ്ടി പോരട്ടെ പോരട്ടെ എന്ന് പറയുന്ന തൊഴിൽ കൊടുത്തിട്ടാണ് ഭൂമി വാങ്ങിച്ചത്. ഭൂമി കൈക്കൂലിയായി വാങ്ങിച്ച് എഴുതി മേടിച്ചിട്ട് തൊഴിൽ കൊടുത്ത ഒരാള് പശുവിൻ്റെയും എരുമയുടെയും ഒക്കെ തീറ്റയ്ക്കകത്തുനിന്ന് കാശ് കണ്ടെത്തി കാശ് കട്ട പിണറായി വിജയനെക്കാട്ടി വലിയ അഴിമതിക്കാരൻ അതാണ് ലാലു പ്രസാദ് യാദവ്. ആ ലാലു പ്രസാദ് യാദവിൻ്റെ പാർട്ടിക്കൊപ്പം ആണ് ഈ മഹാഗഠബന്ധൻ. മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്തതുപോലെ ഞാനീ പറഞ്ഞ എല്ലാ കൂട്ടരും ഉണ്ട്. ബംഗാളിലൊക്കെ ഇടതുപക്ഷവും കോൺഗ്രസും വേറെ പറയാം. ഇവിടെ MA ബേബി ചെന്നു ഡി രാജ ചെന്നു, എല്ലാവരും ഉണ്ട് അവിടെ. പക്ഷെ എല്ലാവരും ഉള്ളിടത്തെ അവസ്ഥ എന്താ? മഹാഗഠബന്ധന്റെ കടയ്ക്ക് കത്തിവെക്കപ്പെടുന്ന സാഹചര്യം, ആ പുര കത്തുന്ന സാഹചര്യം വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴവിടെ നടക്കുന്നത് പുര കത്തുമ്പം കഴുക്കോൽ ഊരിക്കൊണ്ട് പോകാമെന്ന് പറഞ്ഞതുപോലെ പ്രധാനപ്പെട്ട ഭാഗമായിട്ട് എനിക്കങ്ങ് മാറണം, നേട്ടവുമായിട്ട് എനിക്കങ്ങ് മാറണമെന്നാണ് ഓരോരുത്തരും കരുതുന്നത്. അതിന് ഏറ്റവും അവസാനം വന്ന കണ്ട തെളിവാണ് രാഹുലിനെ അവിടെ ഒറ്റപ്പെടുത്തിയിരിക്കുന്നു. രാഹുലിനെ പടിക്ക് പുറത്ത് നിർത്തിയിരിക്കുന്നു. ഇന്ന് രാവിലെ അവിടെ ഒരു പത്രസമ്മേളനത്തിന്റെ പോസ്റ്റർ വന്നിട്ടുണ്ട്. അതിനകത്ത് തേജസ്വി യാദവിന്റെ മാത്രം പണമേ ഉള്ളൂ. തേജസ്വി യാദവ് മാത്രമേ ഉള്ളൂ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അല്ലേ? മുഖ്യമന്ത്രിയാണ്. എന്താണെങ്കിലും മഹാഗഠബന്ധന്റെ മുഖമെന്ന് പറയുന്നത് തേജസ്വി യാദവ് മാത്രമാണെന്ന് ലാലു പ്രസാദും അയാളുടെ ഭാര്യ രാബിഡി ദേവിയും അയാളുടെ മകൻ തേജസ്വി യാദവും എല്ലാവരും ഒന്ന് തീരുമാനിച്ചു. ഇപ്പൊ ചുരുക്കത്തില് അവിടെ പപ്പുവിനെ അല്ലെങ്കിൽ രാഹുലിനെ അവിടെ പ്രൊജക്റ്റ് ചെയ്യണമെന്നും കൊണ്ടുവരണമെന്നും പറയാൻ വേണ്ടി ഒരു പപ്പു യാദവ് മാത്രമേ ഉള്ളൂ. ഇന്നലെ ഞാൻ പപ്പു യാദവിന്റെ പ്രസ് കോൺഫറൻസ് ഉണ്ടായിരുന്നു. നരേന്ദ്രമോദിക്കെതിരെ രാഹുൽ ഗാന്ധിയെ പ്രൊജക്റ്റ് ചെയ്താൽ ഇന്ത്യ മുന്നണി ബീഹാറിൽ ജയിക്കും പോലും. അത് പറഞ്ഞ പപ്പു യാദവ് അങ്ങനെ അറിയാമല്ലോ, പഴയ ഒരു ക്രിമിനൽ കേസ് ക്രിമിനലാണ്, അറിയപ്പെടുന്ന ഒരു ക്രിമിനല് ശിക്ഷയൊക്കെ കിട്ടിയ ആളാണ്. ഇപ്പം അവിടുത്തെ ഒരു MP ആണ്. അത് ബീഹാറിലെ ഇവിടെ പിണറായി വിജയൻ മുഖ്യമന്ത്രി കൊലപാതക കേസിലെ പ്രതിയായിരുന്ന പിണറായി വിജയൻ മുഖ്യമന്ത്രി ആണെന്ന് പറയുന്നതിന്റെ പശ്ചാത്തലമൊന്നും പോലും ഇല്ലാത്ത ആളാണ് പപ്പു യാദവ്. കാരണം വേറെ ക്രിമിനൽ, ഇതൊരു രാഷ്ട്രീയ പശ്ചാത്തലം ഉണ്ടായിരുന്നു. ആ പപ്പു യാദവിന്റെ സർട്ടിഫിക്കറ്റ് നമ്മുടെ ലോകം അറിയുന്ന പപ്പുവിനുണ്ട്. അതായത് രാഹുലിനെ കൊണ്ടുവന്ന് വേണം, മുഖമാക്കി വേണം ഇന്ത്യ മുന്നണി ഇലക്ഷൻ അവിടെ മത്സരിക്കുന്നത് എന്ന് പറഞ്ഞതിനാണ് ഇന്ന് രാവിലെ തേജസ്വി യാദവും പാർട്ടിയും അയാളുടെ മാത്രം പടം വെച്ച പ്രസ് കോൺഫറൻസിന്റെ ബാനറും പോസ്റ്ററും എല്ലാമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ആലോചിച്ച് നോക്കൂ, 2 ഘട്ടത്തിലെ ഇലക്ഷന്റെ നോമിനേഷൻ കൊടുക്കുന്ന ഡേറ്റ് കഴിഞ്ഞു. പിൻവലിക്കാനുള്ള അവസാന തീയതിയും ഒരു ഘട്ടത്തിന്റെ കഴിഞ്ഞു, അടുത്ത ഘട്ടത്തിന് എനിക്ക് കൃത്യമല്ല. ഇത്രയെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോഴും ആലോചിക്കുന്നുള്ളൂ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി. അതിൽ കൊണ്ടുവന്നാരാ?
അശോക് ഗെഹ്ലോട്ട് കോൺഗ്രസിന്റെ നിരീക്ഷകൻ, കോൺഗ്രസിന് ഒരു പ്രസിഡന്റ് ഇല്ലേ, മല്ലികാർജുൻ ഖർഗെ, അദ്ദേഹം അങ്ങ് പോയാൽ പോരായിരുന്നു. അല്ലെങ്കിൽ അതിപ്രഗത്ഭനായ കേരളം സംഭാവന ചെയ്ത ഒരു സംഘടനാ സെക്രട്ടറി ഉണ്ടല്ലോ, വേണുഗോപാൽ. അല്ല, ബീഹാറിലെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ശ്രദ്ധ മുഴുവൻ വേണുഗോപാലിന് കേരളത്തിലാണ്. അല്ല, വേണുഗോപാൽ ബുദ്ധിമാനാണ്, അത് കൈവിട്ട് പോകുവാണെന്ന് അറിയാം കൃത്യമായിട്ടും. വേറെ ഒരാരോട് വന്നിട്ടുണ്ട്, കൈവിട്ട് പോകുമെന്ന് ഉറപ്പായിട്ടും സീറ്റ് വിൽക്കുകയാണ്, കോടിക്കണക്കിന് രൂപയ്ക്ക് സീറ്റ് വിൽക്കുകയാണെന്ന് പറഞ്ഞ ഒരു MLA തന്നെ ഇന്ന് പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്. കോൺഗ്രസിന്റെ സീറ്റുകൾ ആ വിൽക്കുന്ന പണമാണോ, അങ്ങനെ സംഭരിക്കുന്ന പണമാണോ 2026 കേരള അസംബ്ലി ഇലക്ഷന് ചെലവാക്കാൻ പോകുന്നതെന്ന് KC വേണുഗോപാൽ തന്നെ മറുപടി പറയണം. KC വേണുഗോപാലിനെ കുറിച്ച് മഹാരാഷ്ട്രയിലും രാജസ്ഥാനിലും ഹരിയാനയിലും എല്ലാമുള്ള കോൺഗ്രസുകാരുടെ ഇടയിൽ വ്യാപകമായ പരാതികളുണ്ട്, വ്യാപകമായ ആരോപണങ്ങളുണ്ട്. അതുകൊണ്ട് ബീഹാറിൽ ഒരു വോട്ട് ചോരിയുടെ കള്ളത്തരമൊക്കെ പറഞ്ഞല്ലോ, സീറ്റ് കച്ചവടം നടത്തുന്ന കാശും കൊണ്ടാണോ? അപ്പൊ ജയം ഉണ്ടാകുന്നില്ലെന്ന് അറിയാം, അത് ഉറപ്പായി കഴിഞ്ഞു. അതുകൊണ്ടാണ് കച്ചവടം. ആലോചിച്ച് നോക്കൂ, 70 സീറ്റാ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച് 19 ജയിച്ചു. ഇപ്പൊ 60 മത്സരിക്കുന്നുണ്ട്. യാതൊരു സംശയവും വേണ്ട, 15 സീറ്റ് കൂടുതൽ. ആനുപാതിക കണക്ക് പറഞ്ഞാൽ 17 വരെ കിട്ടാം. പക്ഷെ ഞാൻ പറയുന്നു 15 കൂടുതൽ കിട്ടില്ല. കാരണം അതിനകത്ത് പിന്നെയും പല സീറ്റുകളിലും RJD സ്ഥാനാർത്ഥി നിർത്തിയിട്ടുണ്ട്. 243 മണ്ഡലങ്ങളുള്ളിടത്ത് 255 മഹാഗഡ്ബഡ് സഖ്യത്തിന്റെ സ്ഥാനാർത്ഥികൾ നിൽക്കുക. അപ്പൊ കോൺഗ്രസിന്റെയും രാഹുലിന്റെയും സോണിയയുടെയും പ്രിയങ്കയുടെയും എല്ലാം സ്വപ്നങ്ങളെ തകർത്തുകൊണ്ട് സംഗതി അവിടെ വീണ്ടും കോൺഗ്രസിന്റെ സംഖ്യ കുറയാൻ പോവാണ്. അങ്ങനെ കുറയുമ്പോഴും പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നാലും RJDയുടെ അംഗസംഖ്യ കുറയാതെ ന്യായമായ സംഖ്യയുള്ള സാന്നിധ്യമായി തൻ്റെ പാർട്ടിയെ മാറ്റാനുള്ള അവസാനഘട്ട തന്ത്രമാണ് ഇപ്പോൾ തേജസ്വി യാദവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം എൻ്റെ പാർട്ടിക്ക് ഒരു റെസ്പെക്റ്റബിൾ പ്രസൻസ് ഇൻ ദ അസംബ്ലി, മാന്യതയുള്ള ഒരു സാന്നിധ്യം ഉണ്ടാവണം. അദ്ദേഹത്തിനും ഒരു 60 സീറ്റ് കൂടുതൽ പ്രതീക്ഷിക്കാവുന്ന സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത്. അപ്പൊ അത്രയെങ്കിലും കിട്ടിയൊരു മാന്യതയുള്ള സാന്നിധ്യം ഉറപ്പിക്കാനും കോൺഗ്രസിനെ കൂടെ കൂട്ടുന്നതിൻ്റെ ബാധ്യത ഒഴിവാക്കാനും വേണ്ടിയാണ്. അങ്ങേക്ക് ഓർമ്മയില്ല, കഴിഞ്ഞ ഇലക്ഷന് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന കനയ്യകുമാറിനെ CPIയിൽ നിന്ന് കോൺഗ്രസുകാർ പിടിച്ചെടുത്ത കനയ്യകുമാറിനെ അവതരിപ്പിക്കാൻ നോക്കിയിട്ട് നിലം തൊടാൻ തേജസ്വി സമ്മതിച്ചിട്ടില്ല. അതുപോലെ തന്നെ തേജസ്വി യാദവിൻ്റെയും ലാലു പ്രസാദിൻ്റെയും തോളിൽ ചവിട്ടിക്കൊണ്ട് ഭാരതത്തിൽ ഒരു പരിശ്രമം കൂടെ നടത്താം എന്ന മോഹത്തിന് നിന്നുകൊടുത്താൽ, അങ്ങനെ ചവിട്ടിക്കൊടുക്കുന്ന കയറി സ്വന്തം തോള് കൊടുത്താൽ ആ തോള് കൊടിയും മറ്റവ വീഴുകയും ചെയ്യും എന്നറിയാവുന്നത് കൊണ്ട് തേജസ്വി ഇപ്പം തൽക്കാലം ഇന്നിപ്പോൾ ഒരു പ്രസ്താവന ഒരു മുന്നണിയല്ല ഒന്നാണ്, ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുമെന്നൊക്കെ പറയും. എങ്കിൽ പോലും സംഭവിക്കാൻ പോകുന്നത് അവരവര് ഈ മുന്നണിക്കകത്ത ഓരോ പാർട്ടിക്കാരും അവരവർക്ക് വേണ്ടതും കൊണ്ട് മാറുകയാണ്. നാട്ടുകാരെ കൊണ്ട് INDIA എന്ന് പറയിപ്പിക്കുന്നൊരു സാഹചര്യം. പിന്നെ വേറൊരു കാര്യം കൂടി, അതും കൂടെ ഈ കൂടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ നമ്മൾ അടുത്ത കാലത്ത് അന്തർദേശീയ തലത്തിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചില സമീപനങ്ങൾ കാണാനുണ്ട്. ഡൊണാൾഡ് ട്രംപ് രണ്ടാമത് അധികാരത്തിൽ വന്ന ശേഷം 2019 പോലും അത് കണ്ടതാണ്. മോദി 2019 ഇലക്ഷന് ജയിക്കുമോന്നൊരു സംശയം വന്നപ്പം ട്രംപ് അന്ന് പോലും കളം മാറ്റി ചവിട്ടി. ഭാരതം ഉണ്ടാകേണ്ട പല കരാറുകളും താമസിപ്പിച്ചു. പക്ഷെ അതിനുശേഷം പുൽവാമ സംഭവിക്കുകയും നമ്മൾ സർജിക്കൽ സ്ട്രൈക്ക് കൊടുക്കുകയൊക്കെ ചെയ്ത് ഭാരതത്തിൻ്റെ അന്തരീക്ഷം മാറിയ ശേഷമാണ്
ട്രംപ് അന്ന് പോലും മോദിയായിട്ടുള്ള സൗഹൃദം രണ്ടാമത് സ്റ്റാർട്ട് ചെയ്തത്. അതുവരെ എതിർത്ത് പറഞ്ഞില്ലെങ്കിലും നിശബ്ദരായിട്ടിരിക്കുകയായിരുന്നു. എന്ന് പറഞ്ഞതുപോലെ രണ്ടാം ഘട്ടത്തിൽ ട്രംപ് അമേരിക്കൻ അധികാരത്തിൽ വന്നതിന് ശേഷം മോദിയുടെ ശക്തി കുറച്ച്, അല്ലെങ്കിൽ മോദിയെ പാർട്ടിക്കകത്ത് ഭരണത്തിൽ മാറ്റിയിട്ട് മറ്റൊരു BJP-കാരൻ തന്നെ വന്നാൽ പോലും ആ ഒരു സാഹചര്യത്തെ മുതലെടുത്തുകൊണ്ട് തൻ്റെ താല്പര്യങ്ങൾ ഭാരതത്തിന് വേണ്ടി അടിച്ചേൽപ്പിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതാണ് ഈ താരിഫ് യുദ്ധത്തിൻ്റെ കാര്യം. അതിലൊരു പക്ഷേ നമുക്കിപ്പോൾ ഉറപ്പായിട്ട് പറയാൻ പറ്റില്ല, എങ്കിലും കണക്ക് കൂട്ടാവുന്ന കാര്യമാണ്. ഈ ബീഹാറിലെ ഇലക്ഷൻ ഭാരതത്തിൽ നിർണായകമായ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കാമെന്നും അവിടെ മോദി സർക്കാരിന് പരാജയം ഉണ്ടായിക്കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിൻ്റെ നിലനിൽപ്പിനെ അത് ബാധിച്ചേക്കാമെന്നും ബാധിക്കത്തില്ല, അത് വേറെ കാര്യം. അങ്ങനെ ബാധിക്കുകയാണെങ്കിൽ ആ ഒരു ബലഹീനതയുടെ സാഹചര്യത്തെ തൻ്റെ വ്യവസായ താല്പര്യങ്ങൾക്കും തൻ്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കും അനുകൂലമായിട്ട് ഉപയോഗിക്കാമെന്ന് കരുതിയിരുന്ന ട്രംപ് പെട്ടെന്ന് രീതികൾ മാറ്റി കുറ്റം പറച്ചിലും നുണ പറച്ചിലും ഒക്കെ ഉണ്ട്. കള്ളം പറയുന്നത് അദ്ദേഹത്തിന് ജന്മസിദ്ധമാണ്, അതൊക്കെ ഉണ്ട്. എങ്കിൽ തന്നെ ഇന്നലെ അവസാനം പറഞ്ഞത് എന്താ? ആ റഷ്യയിൽ നിന്നുള്ള ഓയിൽ ഇന്ധന ഇമ്പോർട്ട് കാര്യത്തിൽ ഭാരതം കുറയ്ക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നല്ല ഇന്നലെ അവസാനം പറഞ്ഞിരിക്കുന്നു. അതോടെ നിൽക്കട്ടെ. എന്തായാലും ഞാൻ പറഞ്ഞത്, ഭാരതമായിട്ടുള്ള FTA ആ ട്രേഡ് ട്രീറ്റി താമസിക്കാതെ ഒപ്പിടുമെന്നും താരിഫ് 25 എന്നുള്ളത് 15 16 ആയിട്ട് കുറയ്ക്കുമെന്നൊക്കെയാണ് അവസാനം ഇന്ന് രാവിലെ വരെ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ. അങ്ങനെ വരുമ്പം ബീഹാറിലെ തെരഞ്ഞെടുപ്പ് വിജയം വന്നു കഴിഞ്ഞ് ഒന്നുകൂടി ശക്തനാകുന്ന മോദിയെ നേരിടുന്നതിനെക്കാട്ടിലും ഇപ്പോഴേ ആ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുക നല്ലതെന്ന് അമേരിക്കൻ സർക്കാർ പോലും കണക്ക് കൂട്ടിയെന്ന് വ്യക്തമാണ്. ഇതിനൊക്കെ അപ്പുറമായിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പം ബീഹാറിന് വികാസമാണോ വേണ്ടത്, ബീഹാറിൽ രണ്ടാം ജംഗിൾ രാജ് കാട്ടുഭരണം ആണോ വേണ്ടെന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയുന്ന ബീഹാറിലെ ജനസമൂഹം അവർ നമ്മൾ കരുതുന്ന പോലെ അത്രയ്ക്ക് മണ്ടന്മാരൊന്നുമല്ല. അടിയന്തരാവസ്ഥ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്ദിരാഗാന്ധി തൂത്തെറിഞ്ഞത് അവര്. അതെ, കേരളമോ എതിരേറ്റു. അപ്പൊ ആ താരതമ്യം നോക്കിയാൽ പോലും കുറച്ചൊരു രാഷ്ട്രീയ ബോധമൊക്കെ നമ്മളെ കേരളത്തെക്കാട്ടി കൂടുതലുള്ളത് അവിടെ. പിന്നെ ഒരു കുഴപ്പമുള്ളൂ, ജാതിയുടെ അടിസ്ഥാനത്തിലാണ് മൊത്തം തിരിഞ്ഞിരിക്കുന്നത്. ജാതിയാണ് പ്രധാന ഘടകം. ആ ഒരു വിഷയം ഉണ്ടെങ്കിൽ പോലും യുവജനങ്ങളും മഹിളകളുമൊക്കെ കുറച്ചൊക്കെ മാറി ചിന്തിക്കുന്നുണ്ടെന്നും അത് തെരഞ്ഞെടുപ്പിനെ സ്വാഭാവികമായിട്ടും ഒന്നിച്ചു നിൽക്കുന്ന ദേശീയ ജനാധിപത്യ മുന്നണിയെയും നരേന്ദ്രമോദിയെയും നിതീഷ് കുമാറിനെയും സഹായിക്കാൻ ഇടയുണ്ടെന്നും പിന്നെ ചെന്ന് സ്വന്തം കാര്യം നോക്കുന്ന INDA മുന്നണി അല്ലെങ്കിൽ മഹാഗഠബന്ധനെ വലിയ ഒരു പരാജയത്തിലേക്കാണ് നയിക്കുന്നതുമാണ് ഇന്ന് രാവിലെ വരെ അറിഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.